ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്റ്റലേഴ്സിനെ പറ്റിയിട്ടുള്ള ഹെയർ കെയർ ടിപ്സിന്റെ വീഡിയോ ആണ്. അതായത് ഞാൻ 2 ആഴ്ച മുന്നാണെങ്കിൽ ഹെയർ കെയർ ടിപ്സിന്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് 1-2 പേരാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഹോസ്റ്റലേഴ്സിനെ പറ്റിയിട്ടുള്ള ഹെയർ കെയർ ടിപ്സിന്റെ വീഡിയോ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ നിർത്തുന്ന ആ ഒരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നില്ല, കാരണം കുറച്ച് തിരക്കുകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വന്നപ്പോഴത്തേക്കാണ് ജസ്റ്റ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നല്ലോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ തല നനയ്ക്കുമല്ലോ, തല നനയ്ക്കുന്ന ദിവസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നട വിട്ട് വേണം നമ്മൾ തല നനയ്ക്കായിട്ട്. അതായത് ഇപ്പം തിങ്കളാഴ്ച നനയ്ക്കുവാണെങ്കിൽ ചൊവ്വാഴ്ച നനയ്ക്കേണ്ട, പിന്നെ ബുധനാഴ്ച നനയ്ക്കണം. അങ്ങനെ വേണം നമ്മൾ ഹെയർ കഴുകാൻ വേണ്ടി. കാരണം എന്ന് വെച്ചാൽ ഈ പുറത്തോട്ടൊക്കെ ഏറ്റവും കൂടുതലും ക്ലോറിൻ വെള്ളമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് വെച്ചാൽ ക്ലോറിൻ വെള്ളമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നട വിട്ട് വേണം തല നനയ്ക്കാറുള്ളത്. അപ്പോൾ ഒന്നാമത്തെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ തല നനയ്ക്കേണ്ടത് നമ്മൾ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ നമ്മളാണെങ്കിൽ ഒന്നട വിട്ടാണല്ലോ തല നനയ്ക്കാറുള്ളത്. അപ്പോൾ ആ ഒന്നട വിട്ട് തല നനയ്ക്കുന്ന ദിവസമാണെങ്കിൽ ഒരു ബക്കറ്റിനകത്ത് പകുതി വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു ബക്കറ്റ് പകുതി വെള്ളം എടുക്കുക. അതല്ലെങ്കിൽ ഒരു മഗ്ഗിനകത്താണെങ്കിൽ വെള്ളം എടുത്തിട്ടാണെങ്കിൽ നാരങ്ങ ഉണ്ടല്ലോ, അത് ഒരു നാരങ്ങ ഫുള്ള് നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ലാസ്റ്റ് തല നനയ്ക്കുക. ആ ലാസ്റ്റ് തല നനയ്ക്കുമ്പോഴത്തേക്ക് ആ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ കഴുകാൻ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ മാക്സിമം നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകാതെ ഡ്രൈറ്റ്നെസ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ടിപ്പാണ് ആ ടിപ്പ്. കാരണം ഞാനാണെങ്കിൽ പണ്ടാണെങ്കിൽ ഇവിടെ കിണറില്ലാത്ത സമയത്താണ് ഇവിടെ ക്ലോറിൻ വെള്ളമായിരുന്നു. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ടിപ്പ് എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ക്ലോറിൻ വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ഒരു ടിപ്പ് നല്ലൊരു ടിപ്പായിരിക്കും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് കൂടെ ചെയ്യണേ. പിന്നെ ആണെങ്കിൽ നമ്മൾ ഹോസ്റ്റലേഴ്സിനാണെങ്കിൽ ഈ ഹോം റെമഡീസും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി മെയിൻ ആയിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഉലുവയാണെങ്കിൽ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുക. അത് പിറ്റേ ദിവസം നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുമോ അല്ലെങ്കിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് വെക്കുമോ, അങ്ങനെയൊക്കെ ചെയ്യാനാണ്. ഇപ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് വെക്കുവാണെങ്കിൽ തന്നെ ജസ്റ്റ് 20 മിനിറ്റ് മാത്രം വെക്കാവുള്ളൂ. പിന്നെ നീരൊഴുക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പം ഈ തല നനയ്ക്കുന്ന ദിവസം തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പം തല നനയ്ക്കാത്ത ദിവസം നമുക്ക് സ്പ്രേ ചെയ്തിട്ട് വൈകിട്ട് നല്ല രീതിയിൽ മസാജ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ഹെയർ വാഷ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും നല്ലൊരു റിസൾട്ടാണ്. അതുപോലെ തന്നെയാണെങ്കിൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, ചിലവരാണെങ്കിൽ കാച്ചിയ എണ്ണ ആയിരിക്കും, അതല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ഏതാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ സാധാ വെളിച്ചെണ്ണയുടെ കൂടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ മറ്റേ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ട്. അതും കൂടെ ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് തല യൂസ് ആക്കാവുന്നതാണ്. എന്നിട്ട് അത് ഒരു 15 മിനിറ്റോളം എണ്ണ തലയെ തേച്ച് പിടിപ്പിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ മസാജ് ചെയ്യണം. അതും നല്ല റിസൾട്ടാണ്. ഈ മുടി പൊഴിച്ചിലൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഈ സാധാ വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് തല തേക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഡബിൾ ബോയിൽ ചെയ്ത് തേക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സാധാ അത് രണ്ടും കൂടെ മിക്സ് ആക്കി തേച്ചാൽ മതി. ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ടാണ് ഡബിൾ ബോയിലിംഗ് ആണ്. ഈ കെറ്റിലും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ജസ്റ്റ് നമുക്ക് ഡബിൾ ബോയിൽ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ലെങ്കിൽ അങ്ങനൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ അത് രണ്ടും കൂടെ ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് തലത്തേക്ക് നല്ലതാണ്. അപ്പം മസാജോട് ചെയ്ത് കൊടുക്കണം, എന്നാലും നമുക്ക് നല്ലൊരു റിസൾട്ട് അതിലേക്ക് കിട്ടത്തുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഈ ഹോസ്റ്റലാണെങ്കിൽ കെറ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ടിപ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഈ റോസ്മേരി ലീവ്സ് ഉണ്ടല്ലോ, റോസ്മേരി ലീവ്സ് വാങ്ങിയിട്ടാണെങ്കിൽ അത് ബോയിൽ ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് എല്ലാ ദിവസവും സ്പ്രേ ചെയ്യാനാണ്. അത് തേച്ചിട്ട് അത് സ്പ്രേ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് മസാജ് ചെയ്തിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി കെട്ടി വെക്കുന്നതാണ്. അത് നല്ലൊരു റിസൾട്ട് തരുന്നതാണ്. കാരണം എനിക്ക് ഉപയോഗിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ആ ഒരു ഇതാണ്. അതൊക്കെ നമുക്ക് മടിയന്മാർക്കും അല്ല മടിയത്തികൾക്കുണ്ടല്ലോ, അവർക്ക് നല്ല രീതിയിൽ യൂസ് ആക്കാൻ പറ്റുന്നത്, നല്ല രീതിയിൽ എളുപ്പത്തിൽ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ആ ഒരു റെമഡി. അപ്പം നിങ്ങൾ അതൊന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം കെറ്റിലുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഹോസ്റ്റലേഴ്സിനാണെങ്കിൽ നമുക്ക് താടിയൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ചെമ്പരത്തി ഇല പറിക്കാനായിട്ടൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും കാണും. ചിലപ്പോൾ ചില ഹോസ്റ്റലിൻ്റെ ഒക്കെ അടുത്താണ് അതുപോലും കാണത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആയുർവേദിക് ഷോപ്പിൽ പോയിട്ടാണെങ്കിൽ താളി പൗഡർ ഉണ്ടല്ലോ, നല്ല ഒറിജിനലായിട്ടുള്ള താളി പൗഡർ വേണം. അത് വാങ്ങിയിട്ട് നമുക്ക് താളി ഉപയോഗിച്ച് നമുക്ക് കഴുകാവുന്നതാണ്. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ സിൽക്കി ആക്കാനും നല്ല ആ ഒരു വേവിലൊക്കെ നല്ല രീതിയിൽ കിടക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു താളി. അതുപോലെ ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ തല നനയ്ക്കുന്ന ദിവസം വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഏറ്റവും കൂടുതൽ മാക്സിമം നിങ്ങൾ ഒന്നര വിട്ട് തന്നെ തല കഴുകാനായിട്ട് ശ്രമിക്കണം.
അപ്പോൾ നിങ്ങളുടെ പകുതി മുക്കാലും എന്താ ഈ ഹെയർ ലോസ്, ഡ്രൈനെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി കിട്ടും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്, നമ്മളാണെങ്കിൽ പല ടൈപ്സിൽ എണ്ണയായിരിക്കും ഓരോരുത്തർ യൂസ് ആക്കുന്നത്. അതായത് ഓരോരുത്തർ യൂസ് ആക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലവരാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ആകുന്നവരുണ്ട്, അല്ലെങ്കിൽ ആവണക്കെണ്ണ, അല്ലെങ്കിൽ കാച്ചി എണ്ണ, അങ്ങനെ അല്ലെങ്കിൽ വേറെ ബ്രാൻഡിൻ്റെ എണ്ണ, അങ്ങനെ അങ്ങനെ പല ടൈപ്സിലെ എണ്ണകൾ യൂസ് ആക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നവരും ഉണ്ടായിരിക്കും. അപ്പം ഈ സാധാ വെളിച്ചെണ്ണ യൂസ് ആക്കുന്നവരാണെങ്കിൽ ഈ സാധാ വെളിച്ചെണ്ണയുടെ കൂടെ ആണെങ്കിൽ മറ്റേ ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിലും ഉണ്ടോ, അതും കൂടെ 1-2 തുള്ളിയും കൂടെ ആഡ് ആക്കിയിട്ട് നിങ്ങളത് മിക്സ് ആക്കിയിട്ട് നല്ല തലയിലാണെങ്കിൽ തേക്കുന്നത് നല്ലതാണ്. നല്ല രീതിയിൽ മസാജ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും പാക്കോ അല്ലെങ്കിൽ എണ്ണ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്, നല്ലതാണ്. അപ്പം നിങ്ങളാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അതായത് റോസ്മേരി എസെൻഷ്യൽ ഓയിലും കൂടെ ആഡ് ആക്കിയിട്ട് വെളിച്ചെണ്ണയിൽ മിക്സ് ആക്കിയിട്ടാണെങ്കിൽ നമ്മൾ തല തേക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അത് വാങ്ങാനൊക്കെ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത്, എന്തുകൊണ്ട് നല്ലത്, മറ്റേ ഈ റോസ്മേരി ലീവ്സ് വാങ്ങിയിട്ട് ബോയിൽ ചെയ്തിട്ട് സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പോൾ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പം വാങ്ങാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ എസെൻഷ്യൽ ഓയിൽ വാങ്ങിയിട്ടാണെങ്കിൽ ഈ എണ്ണയുടെ കൂടെ ആഡാക്കിയിട്ട് നമുക്ക് തേക്കാവുന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്ന ഒരു മെത്തേഡാണ് ഇൻവേർഷൻ മെത്തേഡ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. തല കുനിച്ചിട്ടിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നതിനാണ് ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിപ്പം നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് നമ്മൾ ചെയ്യണം. ഇപ്പം ഇന്ന് ചെയ്യുവാണെങ്കിൽ നാളെ ചെയ്യേണ്ട, പിന്നെ മറ്റന്നാൾ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇൻവേർഷൻ മെത്തേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് ഇത് യൂസ് ആക്കേണ്ടത്, ഏതൊക്കെ സമയത്താണെങ്കിൽ ഏതൊക്കെ രീതിയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ആക്കേണ്ടത് ഒരു വീഡിയോ ഞാനാണെങ്കിൽ നമ്മുടെ ഹെയർ കെയർ ടിപ്സിൻ്റെ വീഡിയോയിലാണ് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്കാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മുടെ ഹെയർ ഒക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഹെയർ ഗ്രോത്ത് ആകാത്ത മുടിയൊക്കെ കാണുമല്ലോ, മീൻസ് വളർന്ന് വരാൻ പാടുള്ള മുടിയൊക്കെ കാണും. ചിലവരുടെ മുടി എന്ന് വെച്ചാൽ എന്താ ഒരു സൈഡോട്ട് ഒത്തിരി മുടി കാണും, ചിലവരുടെ മുടി എന്ന് വെച്ചാൽ ഒരു സൈഡോട്ട് മുടി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ആ ഒരു സൈഡിലെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു പറ്റുന്ന ബെസ്റ്റ് മെത്തേഡാണ് ഇൻവേർഷൻ മെത്തേഡ്. അപ്പോൾ നിങ്ങളൊന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഹോസ്റ്റലേഴ്സിനും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം സിമ്പിൾ ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, ബൈ.